ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ കഴിഞ്ഞ ഒന്ന് രണ്ട് വീഡിയോസിൽ UPSC ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്ന CSAT ഏരിയാസ് നമ്മൾ നോക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ തന്നെയാണ് ഇത്. അപ്പൊ UPSC ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ഏരിയ ആണ് സീറോസ് അറ്റ് ദി എൻഡ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ്. അതായത് നിങ്ങളുടെ മുന്നിലേക്ക് ഒരു എക്സ്പ്രഷൻ തരും. ഒരു എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ കുറെ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്തോ എങ്ങനെയെങ്കിലും ഒക്കെ ആയിരിക്കും. അതിന്റെ എൻഡിൽ എത്ര സീറോസ് ഉണ്ട് എന്ന് ചോദിക്കും. അപ്പൊ ഇത് നിങ്ങൾ മര്യാദയ്ക്ക് പഠിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ അതിന്റെ കോൺസെപ്റ്റ്സ് കറക്റ്റ് ആക്കി മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇങ്ങനത്തെ മോഡൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പൊ ഫസ്റ്റ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഉദാഹരണത്തിന് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് 3 into 10 ചെയ്ത് കിട്ടുന്ന നമ്പറിന്റെ ബാക്കിൽ അല്ലെങ്കിൽ എത്ര സീറോ ഉണ്ട്, അല്ലെങ്കിൽ എൻഡിൽ എത്ര സീറോ ഉണ്ട് എന്ന് ഞാൻ ചോദിച്ചു. നമുക്കറിയാം 3 into 10 എന്താണ്, 30 ആണ്. 30ന്റെ എൻഡിൽ എത്ര സീറോ ഉള്ളേ? ഒരു സീറോ ആണല്ലോ. അതെ, നമുക്കറിയാം. ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാവുന്നേ? ഇനി ഞാൻ ഒരു എക്സാമ്പിളും കൂടി പറയാം. ഞാൻ അങ്ങനെയാണെങ്കിൽ 3 into 10 ചെയ്യാണ്. 3 into 10 30, 30 into 10 300 എന്ന് ആൻസർ കിട്ടും. അങ്ങനെയാണെങ്കിൽ 300ന്റെ എൻഡിൽ എത്ര സീറോ ഉണ്ട്, അല്ലെങ്കിൽ 3 into 10 എൻഡിൽ എത്ര സീറോ ഉണ്ട് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? 2 സീറോ ഉണ്ട് എന്ന് പറയും. അപ്പൊ ശരിക്കും ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലാവുന്നേ? ഒരു 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഒരു സീറോ എൻഡിൽ വരും. 2 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2 സീറോ എൻഡിൽ വരും. അല്ലേ? ബേസിക് ആണല്ലോ. അതെ. ഇനി ഇത് മാറ്റിയിട്ട് ഞാൻ വേറൊരു രീതിയിൽ ഞാൻ ചോദിക്കുകയാണ്, 3 into 5 into 2 എൻഡിൽ എത്ര സീറോ വരും? 3 into 5 15, 15 into 2 30. അപ്പൊ ഇതിന്റെ എൻഡിലും നമുക്ക് ഒരു സീറോ വന്നു. എന്തുകൊണ്ടാ ഒരു സീറോ വന്ന എൻഡില്? കാരണം ഇവിടെ 5ഉം 2ഉം ചേർന്നിട്ട് 5 into 2 എന്താണ്? 10 ആണല്ലോ. അപ്പൊ ഒരു 5ഉം ഒരു 2ഉം ചേർന്നിട്ട് എന്തായി മാറുന്നുണ്ട്? ഒരു 10 ആയി മാറുന്നുണ്ട്. നമുക്കറിയാം ഒരു 10 എന്ന് പറഞ്ഞാൽ ഒരു സീറോ എൻഡിൽ ഉണ്ടാവും. ഇനിയിപ്പോ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് 3 into 5 into 2 into 5 into 2 ഇതിന്റെ എൻഡിൽ എത്ര സീറോ ഉണ്ടാവും എന്ന് ചോദിച്ചാൽ എന്ത് പറയും നിങ്ങൾ? ഒരു 5 into 2 ചേർന്നിട്ട് ഒരു 10 ആവുന്നു. അടുത്ത 5 into 2 ചേർന്നിട്ട് വേറെ ഒരു 10 ആവുന്നു. അപ്പൊ 3 into 10 into 10 300 ആണ്. അപ്പൊ 2 സീറോ എൻഡിൽ വന്നു. എന്തുകൊണ്ട് 2 സീറോ എൻഡിൽ വന്നു? കാരണം 5 into 2 ഒരു പെയർ ഓഫ് 5 into 2 ഒരു 10 ആവുന്നു. അടുത്ത പെയർ ഓഫ് 5 into 2 അടുത്ത 10 ആവും. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്താ മനസ്സിലാവുന്നത്? എന്താണ് ഇതിനകത്ത് ബേസിക് ആയിട്ട് എത്ര സീറോ എൻഡിൽ ഉണ്ട് എന്ന് കണ്ടുപിടിക്കണം എന്ന് ചോദിച്ചാൽ, എത്ര സീറോ ആണ് ഒരു എക്സ്പ്രഷന്റെ എൻഡിൽ എത്ര സീറോ ഉണ്ട് എന്ന് ചോദിച്ചാൽ എന്ത് ചെയ്താൽ മതി? എത്ര 10 ഉണ്ട് എന്ന് എണ്ണിയാൽ മതി. ഇനി എത്ര 10 ഉണ്ട് എന്ന് എങ്ങനെ എണ്ണണം? എത്ര 5ന്റെയും 2ന്റെയും പെയർ ഉണ്ട് എന്ന് എണ്ണണം. കാരണം ഒരു പെയർ ഓഫ് 5ഉം 2ഉം ചേർന്നാൽ എന്തായി മാറും? ഒരു 10 ആയി മാറും. അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതെങ്ങനെ, അപ്പൊ നിങ്ങൾ കാണുമ്പോൾ ഇത് വിചാരിക്കും അയ്യോ ഇത് ഭയങ്കര ഈസി അല്ലേ? പക്ഷെ നിങ്ങളെ ട്വിസ്റ്റ് ചെയ്ത് നിങ്ങളെ തെറ്റിക്കാനും നിങ്ങളെ കെയർലെസ് ആക്കാനുള്ള രീതിയിലും ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യാറുണ്ട്. നമുക്ക് അപ്പൊ ക്വസ്റ്റ്യൻസിലേക്ക് നോക്കാം. അപ്പൊ അങ്ങനത്തെ ചെറിയ ചെറിയ കുറച്ച് എക്സാമ്പിൾസ് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ക്ലാസ്സിന് ശേഷം ഇതേ മോഡൽ ക്വസ്റ്റ്യൻസ് വേറെ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. ഞാൻ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ എടുത്തിട്ടുണ്ട്. ഹൗ മെനി സീറോസ് ആർ അറ്റ് ദ എൻഡ് ഓഫ് ദ റിസൾട്ട്? ഞാൻ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇതൊന്ന് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് വേണമെങ്കിൽ ഇതൊന്ന് സ്വന്തമായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. എന്താ ബേസിക്കലി നമ്മൾ ഇവിടെ ചെയ്യേണ്ടത്? ഈ എൻഡ് ഓഫ് ദ റിസൾട്ട്, ഈ ഒരു റിസൾട്ടിന്റെ എൻഡിൽ എത്ര സീറോ ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? എത്ര 5ന്റെയും 2ന്റെയും പെയർ ഉണ്ട് എന്ന് കൗണ്ട് ചെയ്യണം. അതിന് നമ്മൾ എന്താ ബേസിക്കലി ചെയ്യേണ്ടത്? നമ്മൾ ആദ്യം തന്നെ ഇതിനൊക്കെ സ്പ്ലിറ്റ് ചെയ്യണം. ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ 1 അങ്ങനെ തന്നെ കിടക്കട്ടെ, പിന്നെ 2 ഉണ്ട്. അപ്പൊ 1 ഞാൻ അങ്ങനെ തന്നെ വെച്ചു, 2 ഉണ്ട്, 2 ഞാൻ അങ്ങനെ തന്നെ വെച്ചു, പിന്നെ ഒരു 5 ഉണ്ട്, 5 ഞാൻ അങ്ങനെ തന്നെ വെച്ചു. 10നെ എനിക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്യാം. 10 എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു 5 into 2 ആണല്ലോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? എല്ലാത്തിനെയും ചെറുതാക്കുക. എന്നാലേ നമുക്ക് എത്ര 2ഉം 5ന്റെ പെയർ ഉണ്ടെന്ന് കറക്റ്റ് കൗണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് 12നെ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാം? 12 എന്ന് പറഞ്ഞാൽ എന്താണ്? 3 into 4 ആണ്. 12 എന്ന് പറഞ്ഞാൽ 3 into 4 ആണ്. പക്ഷെ 4നെ വീണ്ടും സ്പ്ലിറ്റ് ചെയ്തൂടെ? 4നെ വീണ്ടും 2 into 2 എന്ന് സ്പ്ലിറ്റ് ചെയ്യാം. നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം എന്താ? 12നകത്ത് 2 2 ഉണ്ട്. കാരണം 12 എന്ന് പറഞ്ഞാൽ 3 into 4 ആണ്. 4 എന്ന് പറഞ്ഞാൽ 2 into 2 ആണ്. ഇത് ശ്രദ്ധിക്കണം നിങ്ങൾ. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഏറ്റവും കൂടുതൽ കെയർലെസ് ആക്കുന്ന ഒരു കാര്യം. കാരണം നമ്മൾ ഇത് 12 എന്ന് പറഞ്ഞാൽ 3 into 4 എന്നൊക്കെ ചിലർ എഴുതും, അല്ലെങ്കിൽ 6 into 2 എന്നൊക്കെ സ്പ്ലിറ്റ് ചെയ്യും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു 2 അല്ലേ ഉള്ളൂ എന്നുള്ള ഫീൽ ഒക്കെ വരും. ഇപ്പൊ 6 into 2 എന്ന് എഴുതിയ. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം? ഏറ്റവും ചെറുതാക്കി അതിനെ സ്പ്ലിറ്റ് ചെയ്യണം. കാരണം 12നകത്ത് 2 2 ഉണ്ട്. അപ്പൊ അതിനനുസരിച്ച് 5ന്റെയും 2ന്റെ പെയറിൽ ചിലപ്പോൾ മാറ്റം വന്നേക്കാം. മനസ്സിലായോ? 15നെ നിങ്ങൾ എങ്ങനെ എഴുതും? 5 into 3 എന്ന് എഴുതും. 15 എന്ന് പറഞ്ഞാൽ 5 into 3 ആണ്. 20 എന്ന് പറഞ്ഞാലോ? 20 എന്ന് പറഞ്ഞാൽ 10 into 2 ആണ്. 10നെ നിങ്ങൾ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും? 5 into 2 എന്ന് സ്പ്ലിറ്റ് ചെയ്യും. അപ്പൊ 5 into 2 into 2 ആണ്. അതിന്റെ അർത്ഥം നിങ്ങൾ കണ്ടോ? 20നകത്ത് 2 2 ഉണ്ട്, ഒരു 5 ഉണ്ട്.
ഇനി നിങ്ങൾ എന്ത് കൗണ്ട് ചെയ്യണം? 5ന്റെയും 2ന്റെയും എത്ര പെയർ ഉണ്ട് എന്ന് കൗണ്ട് ചെയ്യണം. അതിന് നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത്? എത്ര 5 ഉണ്ട് എന്ന് ആദ്യം കൗണ്ട് ചെയ്യുക, എത്ര 2 ഉണ്ട് എന്ന് കൗണ്ട് ചെയ്യുക. ഓക്കെ, എത്ര 5 ഉണ്ട്? ഒരു 5, 2 5, 3 5, 4 5. 4 5 ആണ് മൊത്തം വന്നത്. എത്ര 2 ഉണ്ട്? ഒരു 2 ഉണ്ട്, 2 2 ഉണ്ട്, 3 2, 4 2, 5 2, 6 2. അപ്പൊ 5 4 എണ്ണം ഉണ്ട്, 2 6 എണ്ണം ഉണ്ട്. എത്ര പെയർ ഉണ്ടാവും? ഇതും ഇമ്പോർട്ടന്റ് ആണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്. അതായത് ഞാൻ ഒരു എക്സാമ്പിൾ പറയാണ്. ഒരു ഇതേപോലത്തെ ഒരു എക്സ്പ്രഷൻ ഉണ്ട്. നിങ്ങൾ കൗണ്ട് ചെയ്ത് നോക്കിയപ്പോ 5 1,00,000 5 ഉണ്ട്. 1,00,000 5 ഉണ്ട്, കുറേ 5 ഉണ്ട്. ഓക്കെ, 2 പക്ഷേ കുറച്ചെണ്ണേ ഉള്ളൂ, ഒരു 3 2 ഉള്ളൂ എന്ന് വിചാരിക്കാം. 1,00,000 5 ഉണ്ട്, 5 കുറേ ഉണ്ടായിരുന്നു കൗണ്ട് ചെയ്തപ്പോ. 2 എന്ന് പറയുന്നത് 3 എണ്ണേ ഉള്ളൂ. അപ്പൊ എത്ര പെയർ ഉണ്ടായിരിക്കും? അത് ഇമ്പോർട്ടന്റ് ആണ് ഇത് മനസ്സിലാക്കുന്നത്. ചില ക്വസ്റ്റ്യൻസ് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഞാൻ ഇനി പറയാൻ പോകുന്ന കോൺസെപ്റ്റ് വെച്ചിട്ടും ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് 5 1,00,000 ഉണ്ട് എന്ന് വിചാരിച്ചോ. അതായത് കുറേ 5 ഉണ്ടല്ലോ, കുറേ 5 ഉണ്ട്, കുറേ 5 ഉണ്ട്. എന്നാൽ 2 3 എണ്ണേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അപ്പൊ എത്ര പെയർ ഉണ്ട് എന്ന് ചോദിച്ചാൽ ഈ 2ഉം ഈ 5ഉം ചേർന്നിട്ട് ഒരു പെയർ ആവും. അടുത്ത 5ഉം അടുത്ത 2ഉം ചേർന്നിട്ട് ഒരു പെയർ ആവും. അടുത്ത 5ഉം അടുത്ത 2ഉം ചേർന്നിട്ട് ഒരു പെയർ ആവും. പിന്നെ ബാക്കി കുറെ 5 ഉണ്ട്, പക്ഷെ അതിന് പെയർ ആവാൻ 2 ഉണ്ടോ? 2 ഇല്ല, അല്ലേ? 2 ഇല്ല. മനസ്സിലായോ? അപ്പൊ ഇവിടെ എത്ര പെയർ ഓഫ് 5 and 2 ഉള്ളേ? 3 എണ്ണേ ഉള്ളൂ. 5 കുറെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പെയർ എത്രയേ ഉള്ളൂ? 3 എണ്ണേ ഉള്ളൂ. അപ്പൊ ഇവിടെ എത്ര 0 എൻഡിൽ വരും? ഞാൻ ഈ പറഞ്ഞ ഇങ്ങനെ ഈ ഒരു എക്സാമ്പിൾ ആണെങ്കിൽ 3 0 എൻഡിൽ വരും. കാരണം 2 ആരാണോ കുറവ് അയാളാണ് പെയർ ഡിറ്റർമൈൻ ചെയ്യുന്നത്. മറ്റേ ആൾ കുറെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഉദാഹരണത്തിന് ഒരു ക്ലാസ്സിൽ 50 ബോയ്സ് ഉണ്ടെന്ന് വിചാരിച്ചോ, ഒരു 20 ഗേൾസും ഉണ്ടെന്ന് വിചാരിച്ചു. ഓക്കെ, 50 ബോയ്സും ഉണ്ട്, 20 ഗേൾസും ഉണ്ട്. ഒരു പെയർ ഡാൻസ് കളിക്കാൻ പോവാണ്. അപ്പോ പെയർ ആവാൻ പറഞ്ഞു. 50 ബോയ്സ് ഉണ്ട്, പക്ഷെ 20 ഗേൾസ് ഉണ്ട്. അപ്പൊ 20 ഗേൾസ് എന്ത് ചെയ്യും? ഒരു 20 ബോയ്സിന്റെ കൂടെ പെയർ ആവും. ബാക്കി 30 ബോയ്സ് വെറുതെ വെക്കണ്ടേ? അപ്പൊ പെയർ ആരാ ഡിറ്റർമൈൻ ചെയ്യുന്നത്? ആരുടെ എണ്ണാണോ കുറവ് അവരാണ് പെയറിന്റെ എണ്ണം ഡിറ്റർമൈൻ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ശരിക്കും ചെക്ക് ചെയ്യേണ്ടത് ഇവിടെ ഈ ഒരു കേസിൽ 5, ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിളിൽ 5 1,00,000 ഉണ്ട്, പക്ഷെ 2 3 എണ്ണേ ഉള്ളൂ. അപ്പൊ പെയർ എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ 3 എണ്ണേ വരും. ആ ഒരു കാര്യം ഓർത്തിരിക്കുക. അത് വെച്ച് ചില ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതിലേക്ക് നമുക്ക് വരാം. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിയേ, 5 4 എണ്ണം ഉണ്ട്, 2 6 എണ്ണം ഉണ്ട്. ഈ ഒരു എക്സാമ്പിൾ നമ്മൾ ഈ ഒരു എക്സാമ്പിളിനകത്ത് 5 4 എണ്ണം ഉണ്ട്, 2 6 എണ്ണം ഉണ്ട്. ആരാ കുറവ്? 5, 4 എണ്ണേ ഉള്ളൂ. അപ്പൊ എത്ര പെയർ ഓഫ് 5 and 2 ഉണ്ടാവും? 4 എണ്ണേ വരുള്ളൂ. അപ്പൊ ആരാണോ ചെറുത് അത് അങ്ങോട്ട് എടുത്താൽ മതി. അപ്പൊ 4 പെയർ ഓഫ് 5 and 2 ആണ് അവിടെ ഉള്ളത്. അപ്പൊ എൻഡിൽ എത്ര 0 ഉണ്ടാവും? 4 0 ഉണ്ടാവും. എത്ര പെയർ ഓഫ് 5 and 2 ഉണ്ടോ അത്രയും തന്നെ 0 ആയിരിക്കും. ക്ലിയർ ആണോ? ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് വരാം. ഈ ഒരു ക്വസ്റ്റ്യൻ, അതായത് ഇവിടെ എന്ത് ചെയ്യും? ചില ക്വസ്റ്റ്യൻസിൽ UPSC ഇങ്ങനെ പവർ വരുന്ന രീതിയിൽ ഇത് ചോദിക്കും. അപ്പൊ ഇവിടെ എങ്ങനെ ചോദിച്ചിട്ടുണ്ട്? 1:1 into 2:2 into 3:3 into 4:4 into 5:5 എൻഡിൽ എത്ര 0 ഉണ്ട്? ഇത് ചെയ്താൽ നമുക്ക് വലിയൊരു ആൻസർ കിട്ടും. അതിന്റെ എൻഡിൽ എത്ര 0 എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഈ പവർ വരുന്ന ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്കൊരു ടെൻഡൻസി ഉണ്ട്, ഓക്കെ ഇത് കുറച്ച് ടഫ് ആണല്ലോ, നേരത്തെ ക്വസ്റ്റ്യൻ പവർ ഒന്നുമില്ല, ഈ ക്വസ്റ്റ്യൻ കുറച്ച് ടഫ് ആണല്ലോ എന്നുള്ള ഫീല് നമുക്ക് വരും. പക്ഷെ ആക്ച്വലി എന്നോട് ചോദിച്ചാൽ ഈ ക്വസ്റ്റ്യൻ ആണ് ഈസി. വൈ? ബിക്കോസ് എന്താണ് ഈ 3:3 എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അല്ലെങ്കിൽ 2:2 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം ഇപ്പൊ 3:3 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം 3 തവണ മൾട്ടിപ്ലൈ ചെയ്യുന്നു എന്നാണ് അർത്ഥം, ഇല്ലേ? 2:5 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? 2നെ നമ്മൾ 5 തവണ മൾട്ടിപ്ലൈ ചെയ്യുന്നു എന്നാണ് അർത്ഥം. എന്ന് വെച്ചാൽ എന്താ അതിന്റെ അർത്ഥം? 2:5 എന്ന് പറഞ്ഞാൽ 2 5 തവണ വരുന്നുണ്ടെന്ന് നിങ്ങൾക്ക് അങ്ങോട്ട് പറഞ്ഞു തരിക. എന്ന് പറഞ്ഞാൽ ആ കൗണ്ടിങ് നിങ്ങൾക്ക് വേണ്ടി ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്ന ആൾ ചെയ്തു തന്നു. നേരത്തെ എന്താ ചെയ്തത്? 2ഉം 5ഉം എത്ര ഉണ്ട്? ഈ ക്വസ്റ്റ്യനിലാണെങ്കിൽ 2ഉം 5ഉം എത്ര ഉണ്ട് എന്ന് നമ്മൾ കൗണ്ട് ചെയ്ത് കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചു. എന്നാൽ ഇവിടെ അത് വേണ്ട, കാരണം ഓൾറെഡി ആ കൗണ്ടിങ് നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുണ്ട്. പറഞ്ഞത് മനസ്സിലായോ? അപ്പൊ ഈ ക്വസ്റ്റ്യൻ ആണ് ആക്ച്വലി കുറച്ചും കൂടി ഈസി. പക്ഷെ നമ്മുടെ മൈൻഡിലേക്ക് വരുമ്പം നമ്മൾ വിചാരിക്കും പവർ വരുന്ന ക്വസ്റ്റ്യൻ ടഫ് ആണെന്ന്. കാരണം ഇവിടെ ഇപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കാം എത്ര 5 ഉണ്ട്? എത്ര 5 ഉണ്ട് ഇവിടെ? 5 ഇതിലൊന്നും 5 ഇല്ലല്ലോ. 1ലും 2ലും 3ലും 4ലും 5 ഇല്ല. ഇവിടെ മാത്രല്ലേ 5 ഉള്ളൂ. 5:5 ആണ്. 5 തവണ വരുന്നുണ്ടെന്ന് ഓൾറെഡി കൗണ്ട് ചെയ്ത് തന്നിട്ടുണ്ട് നിങ്ങൾക്ക്. 2 എത്ര തവണ വരും നോക്കിയേ? 2 ഈ 2 2 തവണ വരുന്നുണ്ട്. അങ്ങനെ ഒരു 2 2 വന്നു. ഇനിയോ 4-നകത്ത് ഒരു 2 ഇല്ലേ? ഒരു 4-നകത്ത് 4:4 എന്ന് പറഞ്ഞാൽ എന്താ? ആക്ച്വലി ഒരു 4 എന്ന് പറഞ്ഞാൽ 2 into 2 ആണ്, ഹോൾ റേസ് ടു 4. ഇതല്ലേ 4:4 എന്ന് പറഞ്ഞാൽ 4 എന്ന് പറഞ്ഞാൽ 2 into 2 ആണ്. 2 into 2 ഹോൾ റേസ് ടു 4 ആണ്. അതിന്റെ അർത്ഥം എന്താ? ഈ 2 4 തവണ വരും, ഈ 2 4 തവണ വരും. അപ്പൊ 4:4ന്റെ അകത്ത് 8 2 ഉണ്ട്. കാരണം ഒരു 4ൽ 2 2 ഉണ്ട്. അപ്പൊ 4 4ൽ 8 2 ഉണ്ട്. മനസ്സിലായോ? അപ്പൊ അതും വരുമ്പോ മൊത്തം ഇവിടെ 10 2 ഉണ്ട്. അപ്പൊ ഇവിടെ 10 2 ഉണ്ട്,
5 5 ഉണ്ട്. ആരാ കുറവ്? 5 ആ കുറവ്. അയാളല്ലേ പെയർ ഡിറ്റർമൈൻ ചെയ്യുക. അപ്പൊ ഇവിടെ എന്താ ആൻസർ വരിക? 5 0 സെറ്റ്. കാരണം പെയർ 2ന്റെയും 5ന്റെയും എത്ര പെയർ ഉണ്ടെന്ന് ചോദിച്ചാൽ 5 പെയർ ആയിരിക്കും. ആരാണോ കുറവ് അയാൾ തന്നെയാണ് ആ പെയർ ഡിറ്റർമൈൻ ചെയ്യുക. അപ്പൊ 5 ആയിരിക്കും ആൻസർ വരിക. ഇനി ഇതിൽ വേറൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഇത് ഇങ്ങനെ അല്ലാണ്ട് ഒറ്റയടിക്ക് ഇത് ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതിലേക്ക് നോക്കുന്നു. ഇതിലേക്ക് നോക്കുമ്പോൾ ആരാണ് കൂടുതൽ? 2 ആണോ 5 ആണോ കൂടുതൽ? നിങ്ങൾ നോക്കുമ്പോൾ 2നകത്ത് 2 ഉണ്ട്, 4നകത്ത് 2 2 ഉണ്ട്. അപ്പൊ 2 ഇവിടെ കുറേ വരും. അപ്പൊ നമുക്ക് ഓൾറെഡി അറിയാം ആരാണോ കുറവ് അയാളല്ലേ ഡിറ്റർമൈൻ ചെയ്യാൻ പോകുന്നത് നമ്പർ ഓഫ് സീറോസ് അറ്റ് ദി എൻഡ്. അല്ലെ, ആരാണോ കുറവ് അയാളാ ഡിറ്റർമൈൻ. 2 ആണോ 5 ആണോ കുറവ്? ഒറ്റ നോട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് ഇവിടുന്ന് മനസ്സിലാവും 5 ആ കുറവ്. അപ്പൊ 5 മാത്രം കൗണ്ട് ചെയ്താൽ മതി. 2 കൗണ്ട് ചെയ്യാൻ നിൽക്കണ്ട കഷ്ടപ്പെട്ടിട്ട്. എത്ര 5 ഉണ്ട്? ഒറ്റ നോട്ടത്തിൽ അറിയാം 5 5 ആണ്. കാരണം 5 ആയിരിക്കും കുറവ്. അപ്പൊ 5 5 ആണെങ്കിൽ 5 5ന്റെയും 2ന്റെയും പെയർ ഉണ്ടാവും, 5 0 എന്റെയിലും ഉണ്ടാവും. സിമ്പിൾ അല്ലേ? അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ ഒരു കാര്യം വെച്ചിട്ട് ചില ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഇനി നമുക്ക് UPSC ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ഞാൻ എടുക്കുകയാണ്. ഇത് UPSC 2020 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ഇതൊന്ന് വീഡിയോ പോസ് ചെയ്തിട്ട് സ്വന്തമായിട്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഞാൻ പറയാൻ പോകുന്ന കാര്യം ഒന്ന് കേൾക്കുക. അപ്പൊ ഇവിടെ ഈ ക്വസ്റ്റ്യൻ അകത്ത് ചോദിച്ചിട്ടുണ്ട് ഹൗ മെനി സീറോസ് അറ്റ് ദ എൻഡ് എന്ന് പറഞ്ഞ കുറെ നമ്പേഴ്സ് തന്നിട്ടുണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ. ഒറ്റ നോട്ടത്തിൽ നിങ്ങൾ പറയണം ഇതിൽ 2 ആണോ 5 ആണോ കുറെ ഉണ്ടാവും. ഒറ്റ നോട്ടത്തിൽ പറയാൻ പറ്റും. ശരിക്കും ചില ആൾക്കാർ എന്ത് ചെയ്യും, ഇതിനകത്ത് കഷ്ടപ്പെട്ട് ഇതിനൊക്കെ സ്പ്ലിറ്റ് ഒക്കെ ചെയ്ത് കഷ്ടപ്പെട്ട് എന്ത് കണ്ടുപിടിക്കും? എത്ര 2 ഉണ്ട് എന്ന് കണ്ടുപിടിക്കും, എത്ര 5 ഉണ്ട് എന്ന് കണ്ടുപിടിക്കും, എന്നിട്ട് പെയറൊക്കെ നോക്കും. അതിന്റെ ആവശ്യമില്ല. കാരണം എന്തുകൊണ്ടാണ് UPSC ഇങ്ങനെ ഫ്രെയിം ചെയ്ത ക്വസ്റ്റ്യൻ? എന്തുകൊണ്ടാണ് 1 × 5 × 10 × 15 × 20 × 25 × 30 അങ്ങനെ 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 60 വരെ UPSC ചെയ്ത് എന്തിനാ UPSC ചെയ്തത്? കാരണം UPSC ഇവിടെ തന്ന എല്ലാ നമ്പറും 5ന്റെ മൾട്ടിപ്പിളാ. വൈ? ബിക്കോസ് 5 കുറെ ഉണ്ടെന്ന് കാണിക്കാനാണ്. കാരണം തന്ന നമ്പേഴ്സ് ഒക്കെ 5ന്റെ മൾട്ടിപ്പിൾ അല്ലേ. അപ്പൊ 5 കുറയില്ലേ? 5 കുറയുണ്ട്. 5 കുറയുണ്ട്. 5 കുറെ ഉള്ളതുകൊണ്ട് നിങ്ങൾ 2 എത്ര ഉണ്ട് എന്ന് കൗണ്ട് ചെയ്താൽ പോരെ. കാരണം നമുക്കറിയാം 2ന്റെ 5ന്റെയും 2 കുറയുണ്ട്, അല്ലെങ്കിൽ 5 കുറയുണ്ട്, 2 കുറച്ചേ ഉള്ളൂ. ആരാണ് 5ന്റെയും 2ന്റെയും പെയർ ഡിറ്റർമൈൻ ചെയ്യുക? ആരാണോ കുറവ് അത് കൗണ്ട് ചെയ്താൽ മതി. അത് തന്നെയാണ് പെയറും വരിക. അപ്പൊ ഇവിടെ 5 കുറയുണ്ടെന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണാൻ പറ്റുന്നതാണ്. അങ്ങനെയാണ് 2 മാത്രം എത്ര ഉണ്ടെന്ന് കൗണ്ട് ചെയ്താൽ മതി. ഓക്കെ, 2 മാത്രം എത്ര ഉണ്ടെന്ന് എങ്ങനെ കൗണ്ട് ചെയ്യാം? നിങ്ങൾ 2 ഉള്ള നമ്പേഴ്സ് മാത്രം അങ്ങോട്ട് നോക്കിയാൽ മതി. ബാക്കിയൊന്നും നോക്കുക പോലും വേണ്ട. ഉദാഹരണത്തിന് ഇവിടെ 2 ഉള്ള നമ്പേഴ്സ് ഏതൊക്കെയാ? 10നകത്ത് 2 ഉണ്ട്. 2 ഉള്ള നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഈവൻ നമ്പേഴ്സ് ആയിരിക്കണ്ടേ. ഈവൻ നമ്പറിലാണ് 2 വരിക. 10 ഉണ്ട്, 20 ഉണ്ട്, 30 ഉണ്ട്, 40 ഉണ്ട്, 50 ഉണ്ട്, 60 ഉണ്ട്. ഇത്രയും നമ്പേഴ്സിൽ മാത്രമേ 2 ഉള്ളൂ. ഇതിനകത്ത് എത്ര 2? ഓരോ നമ്പറിൽ എത്ര 2 ഉണ്ട് നോക്കണം. അപ്പൊ 10 എന്ന് പറഞ്ഞാൽ 5 × 2 ആണ്. ഓക്കെ, അതിനെ മാത്രം സ്പ്ലിറ്റ് ചെയ്താൽ മതി. ബാക്കിയൊന്നും കഷ്ടപ്പെട്ട് സ്പ്ലിറ്റ് ചെയ്യണ്ട. 20 എന്ന് പറഞ്ഞാൽ 5 × 4 ആണ്. 4നെ വീണ്ടും 2 × 2 എന്ന് എഴുതാം. അപ്പൊ 20 എന്ന് പറഞ്ഞാൽ 5 × 2 × 2 ആണ്. 5 × 2 × 2 ആണ്. 30 6 × 5. 6 × 5 ആണ് 30. 6നെ 3 × 2 എന്ന് എഴുതാം. അപ്പൊ 30ന് എനിക്ക് 3 × 2 6 ആയി × 5 എന്ന് എഴുതാം. 40 എന്ന് പറഞ്ഞാൽ 8 × 5 ആണ്. 8 × 5. 8 എന്ന് പറഞ്ഞാൽ 2 × 2 × 2 ആ. 8നകത്ത് 3 2 ഉണ്ട്. അപ്പൊ ഇത് × 5 ആണ് 40. 50 എന്ന് പറഞ്ഞാൽ 25 × 2 ആണ്. 25 എന്ന് പറഞ്ഞാൽ 5 × 5. അപ്പൊ 5 × 5 25 ആയി × 2 ആണ് 50. 60 എന്ന് പറഞ്ഞാൽ 6 × 10 ആണ്. 6 എന്ന് പറഞ്ഞാൽ 3 × 2ഉം 10 എന്ന് പറഞ്ഞാൽ 5 × 2. ഇങ്ങനെ നമ്മൾ ഏറ്റവും ചെറിയ രീതിയിൽ സ്പ്ലിറ്റ് ചെയ്തു. ഇനി എന്ത് കൗണ്ട് ചെയ്താൽ മതി? 2 മാത്രം കൗണ്ട് ചെയ്താൽ മതി. കാരണം 5 കുറേ ഉണ്ട്. എല്ലാം 5ന്റെ മൾട്ടിപ്പിളാ. നമ്മൾ ബാക്കി ഇതിനകത്തൊന്നും നമ്മൾ കൗണ്ട് ചെയ്തിട്ടില്ല. കാരണം അതിലൊക്കെ 5 ഉണ്ട്. 5 കുറേ ഉണ്ട്. 2 മാത്രം കൗണ്ട് ചെയ്താൽ മതി അല്ലെ. അപ്പൊ എത്ര 2 ഉണ്ട്? 1 2 3 4 5 6 7 8 9 10 2 ആൻസർ എന്ത് വരും? 10 ആയിരിക്കും. കാരണം 5 10 2 കുറച്ചുള്ളത് അത് 10 എണ്ണം വരുന്നുണ്ട്. 5 കുറെ വരുമായിരിക്കും. നമുക്ക് കൗണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. 5ന്റെ 2ന്റെ പെയർ എത്ര വരും? 10 തന്നെ വരും. മനസ്സിലായോ? അങ്ങനെ ചെയ്താൽ മതി. ഇനി ഇതിൽ ഒരു കാര്യമുണ്ട്. നിങ്ങൾ 5ഉം 2ഉം ഒക്കെ കൗണ്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 25 ഒക്കെ നിങ്ങൾ 5 × 5 എന്നൊക്കെ എഴുതണം. കാരണം 25നകത്ത് 2 5 ഉണ്ട്. നിങ്ങൾ 5 കൗണ്ട് ചെയ്യുന്നുണ്ട് എന്ന് വിചാരിച്ചോ. ചില ആൾക്കാർ 5ഉം 2ഉം ഒക്കെ കൗണ്ട് ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നത്. അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എല്ലാവർക്കും മിസ്റ്റേക്ക് പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പൊ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്കും കൂടി ഒന്ന് പോയി നോക്കാം. അത് 2024 UPSC ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ഇത്. അപ്പൊ ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത് ഹൗ മെനി കോൺസിക്യൂട്ടീവ് സീറോസ് ആർ ദർ അറ്റ് ദി എൻഡ് ഓഫ് 1 സ്ക്വയർ × 2⁴ × 3�6് × 4⁸ ഇങ്ങനെ 25⁻50 എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് നിങ്ങൾ എത്ര സീറോ എൻഡിൽ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ നിങ്ങൾ 2ന്റെ 5ന്റെ എത്ര പെയർ ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്നു. അപ്പൊ നിങ്ങൾ ആദ്യം 2 കൗണ്ട് ചെയ്യുന്നു. എത്ര 2 ഉണ്ട്, എത്ര 5 ഉണ്ട് എന്നൊക്കെ കൗണ്ട് ചെയ്ത് കുറെ സമയം എടുക്കും. നിങ്ങൾ ആദ്യം എന്നോട് പറയേണ്ട ഒരു കാര്യം, ഞാൻ ഒരു ചോദ്യം ചോദിക്കാണ്, നിങ്ങളൊന്ന് പറഞ്ഞു നോക്കുക. 2 ആണോ കുറെ ഉണ്ടാവുക ഇവിടെ, 5 ആണോ കുറെ ഉണ്ടാവുക?
എന്ത് തോന്നുന്നു നിങ്ങൾക്ക്? 2 ആണോ കുറെ ഉണ്ടാവുക അതോ 5 ആണോ കുറെ ഉണ്ടാവുക? നമ്മൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം 2 എന്ന് പറയുന്നത് 2⁴ 2 ഉണ്ട്, 4⁸ 2 ഉണ്ട്, 6⁻12 2 ഉണ്ടാവും, 8⁻16 2 ഉണ്ടാവും. അപ്പൊ ഇവിടെ കുറെ 2 വരുന്നുണ്ട്. ഈവൻ നിങ്ങൾ നോക്കിയാൽ 8 3 2 ഉണ്ട്, 4 2 2 ഉണ്ട്, ഒരു 4 2 2 ഉണ്ട്. അപ്പൊ 8 4 കുറെ 2 വീണ്ടും കുറെ 2 വരുന്നുണ്ട്. അപ്പൊ ഇവിടെ 2 വരുന്ന ഒരുപാട് നമ്പേഴ്സ് ഉണ്ട്. കാരണം എല്ലാ ഈവൻ നമ്പറിലും 2 ഉണ്ട്. അതുകൊണ്ട് തന്നെ 2 ഇവിടെ ഒരുപാട് എണ്ണം വരുന്നുണ്ട്. എന്നാൽ 5 അത്ര വരുന്നുണ്ടാവില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? 2ന്റെയും 5ന്റെയും പെയർ കൗണ്ട് ചെയ്യണം. അപ്പൊ ശരിക്കും നമ്മൾ 2 എത്ര ഉണ്ടെന്ന് നോക്കണം, 5 എത്ര ഉണ്ടെന്ന് നോക്കണം, രണ്ടിലും എത്ര പെയർ ഉണ്ടെന്നൊക്കെ നോക്കണം. പക്ഷെ നമ്മൾ ഓൾറെഡി നമുക്കറിയാം ആരാണോ കുറവ് അത് തന്നെയാണ് പെയർ ഡിറ്റർമൈൻ ചെയ്യുന്നത് നമുക്കറിയാം. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഇവിടെ 2 കുറെ ഉണ്ട്, 5 ആണ് കുറച്ചുള്ളത്. അപ്പൊ 5 വരുന്ന ടേംസ് ഏതൊക്കെ ഉണ്ട് നോക്കിയാൽ മതി. അപ്പൊ 5 വരുന്ന ടേംസ് ഏതൊക്കെയാണ് അതിൻ്റെ അകത്തുള്ളത്? 5⁻10 5 ഉണ്ട്, 10⁻20 അകത്ത് 5 ഉണ്ട് അല്ലെ. ഇവിടെ ഓരോന്നിന്റെ പവർ എന്താ? അതിന്റെ ഇരട്ടിയാ വരുന്നത്. 15⁻13 അകത്ത് 5 ഉണ്ടാവും, 20⁻14 അകത്ത് 5 ഉണ്ടാവും, 25⁻15 അകത്തും 5 ഉണ്ടാവും. ഇതിലൊക്കെ 5 വരുന്നുണ്ട്. നമുക്ക് ഓരോന്നിലും എത്ര 5 ഉണ്ട് നോക്കാം. 5⁻10 മൊത്തത്തിൽ എത്ര 5 ഉണ്ട്? 5⁻10 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? 5 10 തവണ വരുന്നു എന്ന് തന്നെ കൗണ്ട് ചെയ്ത് തന്നിരിക്കുകയാണ്. അപ്പൊ അതിൽ 10 5 ഉണ്ട്. 10⁻20 എത്ര 5 ഉണ്ട്? ഒരു 10 എത്ര 5 ഉണ്ട്? ഒരു 10 എന്ന് പറഞ്ഞാൽ 5 × 2 ആണ്. അപ്പൊ ഒരു 10 ഒരു 5. 20 10 20. 15 എന്ന് പറഞ്ഞാൽ എന്താ? 3 × 5 ആണ്. അപ്പൊ ഒരു 15 ഒരു 5. അപ്പൊ 30 15 30 5. 20⁻40. 20 എന്ന് പറഞ്ഞാൽ 5 × 4 ആണ്. അപ്പൊ ഒരു 20 ഒരു 5. അങ്ങനെയാണ് 40 20 40 5. ശരി. 25⁻50. ഇത് ശ്രദ്ധിക്കണം. 25 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 25 എന്ന് പറഞ്ഞാൽ 5 × 5 ആ. അപ്പൊ ഒരു 25 എന്തുണ്ട്? 2 5 ഉണ്ട്. അപ്പൊ 25⁻50 എന്ന് പറഞ്ഞാൽ 5 × 5⁻50 ആണ്. അപ്പൊ ഇതിൽ ആദ്യത്തെ 5 50 തവണ വരും, രണ്ടാമത്തെ 5 50 തവണ വരും. അപ്പൊ മൊത്തം 100 തവണ 100 5 വരും. ഇതെല്ലാം കൂടി കൂട്ടിക്ക് ആരാണോ കുറവ്? 5 അവിടെ കുറവ്, 2 കുറെ ഉണ്ടാവും. അപ്പൊ 5 മൊത്തം ഞാൻ എടുക്കുന്നു, 5 കൗണ്ട് ചെയ്യുന്നു. മൊത്തം എത്ര 5 ഉണ്ട്? 10 20 30 30 30 60 40 100 100 100 200. അപ്പൊ മൊത്തം 200 5 ഉണ്ട് നമുക്ക് കിട്ടും. 200 5 ഉണ്ട്. 5 ആണല്ലോ കുറവ്. അപ്പൊ അത് തന്നെയായിരിക്കും എന്ത് ഡിറ്റർമൈൻ ചെയ്യുന്നത്? പെയർ ഡിറ്റർമൈൻ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ മൊത്തം 200 സീറോസ് എൻഡിൽ ഉണ്ടായിരിക്കും. അപ്പൊ ഇങ്ങനെയാണ് നിങ്ങൾ സീറോസ് അറ്റ് ദ എൻഡ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ബേസിക്കലി ഇത്രയേ ഉള്ളൂ. എന്താ ചെയ്യേണ്ടത്? 5ന്റെയും 2ന്റെയും പെയർ കൗണ്ട് ചെയ്യുക. എത്ര 5 ഉണ്ട്, എത്ര 2 ഉണ്ട്, എന്നിട്ട് അത് എത്ര പെയർ വരുന്നുണ്ട് എന്ന് കൗണ്ട് ചെയ്യുക. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പൊ ഇത് ട്വിസ്റ്റ് ചെയ്തിട്ടും നിങ്ങൾ കെയർലെസ് ആക്കുന്ന രീതിയിലും ഒക്കെ ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യാറുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം? ഈ മോഡൽ ക്വസ്റ്റ്യൻസ് കുറച്ച് ചെയ്ത് നോക്കുക. കാരണം ഇത് വൺ ഓഫ് ദ ഫേവറേറ്റ് ഏരിയാസ് ഓഫ് UPSC ആണ്. നമ്പർ സിസ്റ്റത്തിനകത്ത് തന്നെ വരുന്ന വൺ ഓഫ് ദ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പൊ ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. ഓക്കെ, അപ്പം ബൈ.